Money. സ്റ്റാർട്ട് ചെയ്യാം റൂട്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ പ്രൊജക്റ്റിൻ്റെ കോൺഫിഗറേഷൻ ഫയലല്ലേ നോക്കണ്ടായിരുന്നേ. ഇതിനകത്ത് വീഡിയോ ഓണായോടാ ശ്രീജ്യോതിക്കും ആര്യയ്ക്കും പിന്നെ ചെയ്ത് നോക്കിയായിരുന്നോ? ഓണായി. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊജക്റ്റിൻ്റെ കോൺഫിഗറേഷൻസിൽ നമ്മൾ ചെയ്തു. ഇനിയും കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കത് പതിയെ പതിയെ ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫുൾ ഡെമോ ചെയ്തില്ല, ഒരു ഡെമോ സൈറ്റ് ഫുള്ളും നമ്മൾ ടെസ്റ്റ് ചെയ്തു. അത് നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്തത്? എല്ലാം ഒരു പേജിനകത്ത്, അതായത് ലോഗിൻ ചെയ്യണോ, ലോഗിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് പോകും, ആ പേജിൻ്റെ കാര്യങ്ങൾ എല്ലാം ഒറ്റ സ്പെക് ഫയലായിട്ടാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ ഒറ്റ സ്പെക് ഫയലായിട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതിനെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഓരോരോ പാർട്ടാക്കിയിട്ട് ചെയ്യാം. പാർട്ട് മീൻസ് പ്രൊജക്റ്റ് ഒബ്ജക്റ്റ് പേജ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയും. പേജ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ ഒബ്ജക്റ്റ്, ഓരോ ക്ലാസ്സസ് പോലെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ലോഗിൻ പേജിനാണെങ്കിൽ ലോഗിൻ പേജിൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ക്ലാസ്, അതുപോലെ കാർഡ് പേജ് ആണെങ്കിൽ കാർഡ് പേജ്, അത് കഴിഞ്ഞിട്ട് അടുത്ത പേജ് ഏതാണോ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നിനും ഓരോ ഫയൽ മാത്രം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ആവശ്യമുള്ള നമ്മുടെ മെയിൻ സ്പെക്കിനകത്ത് എന്ത് ചെയ്യാണ്, കോൾ ചെയ്യാം. ഇതിനെയാണ് നമ്മൾ പറയുക പേജ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേജ് ഒബ്ജക്റ്റ് ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യണം, ഒരാൾ സ്ക്രീൻ ഷെയർ. വിസിബിൾ അല്ലേ? ഓക്കെ. അപ്പം ഇത് നമ്മുടെ എന്താണ്, എന്നിട്ട് ഇതിനകത്ത് ഇത് നമ്മുടെ ഫുൾ ആ ഒരു ഇതാണോടാ, ഫുൾ ഡെമോസ് ആയിട്ട് ചെയ്തില്ലേ, അത് ഇതാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സെക്ഷൻ ആക്കിയിട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് വേണം, ഇതിനെ ഒന്നും ചെയ്യണ്ട, നമ്മൾ ഈ രീതിയിൽ പഠിച്ചതല്ല, ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതിന്റെ ഒരു കോപ്പി ഫയൽ ഉണ്ടാക്കാം. ജസ്റ്റ് അതിനെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് കോപ്പി കൊടുക്കുക, എന്നിട്ട് അവിടെ തന്നെ ജസ്റ്റ് പേസ്റ്റ് കൊടുക്കാം. തന്നെ പേസ്റ്റ് കൊടുക്കാം. പേസ്റ്റ് കൊടുത്താൽ മതി, ജസ്റ്റ് പേസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ. അപ്പം അതിൻ്റെ കോപ്പിയാ ക്രിയേറ്റ് ആയേക്കണേ. അത് എടുത്തു കഴിഞ്ഞാൽ കോപ്പി ജസ്റ്റ് അതിൻ്റെ പേരൊന്ന് മാറ്റിയിട്ട് എൻഡ് ടു എൻഡ് ടെസ്റ്റ് പ്രൊജക്റ്റ് ഒബ്ജക്റ്റ് എന്നോ പേജ് ഒബ്ജക്റ്റ് എന്നുള്ള ഒരു PO എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോം കൊടുത്തോ. സ്പെക്കിന് മുന്നേ ടെസ്റ്റ് PO പ്രൊജക്റ്റ് ഒബ്ജക്റ്റ് പേജ് ഒബ്ജക്റ്റ്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ പേജ് ഒബ്ജക്റ്റ് ആക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫയല്. അപ്പോൾ നമ്മൾ ഇതെടുത്ത് നോക്കിയേ, ആദ്യത്തെ കുറച്ച് സെക്ഷൻസിനകത്ത് നമ്മൾ എന്തൊക്കെയാ ചെയ്തേക്കുന്നത്, ലോഗിൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയ JS ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഈ JS ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, പേജ് ഒബ്ജക്റ്റ് ഫയലിനോ അങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോൾഡറിനകത്ത് നമ്മൾ login.js login.page.js അതായത് ലോഗിൻ പേജിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, login.page.js ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണേ. ക്ലാസ് ഒബ്ജക്റ്റ് പോലെ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ചെയ്യുമ്പോൾ എപ്പോഴും നെയിം കൊടുക്കുമ്പോൾ എപ്പോഴും ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പം ഇതിനകത്ത് എല്ലാം സ്മോൾ ലെറ്ററിലല്ലേ കൊടുത്തേക്കണം. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും എന്ത് ചെയ്യാം, ക്യാപ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അതൊരു സ്റ്റാൻഡേർഡാണ്. ഓക്കെ. അപ്പോൾ ഇത് ക്ലാസ് ആണ്. അപ്പം നമ്മൾ ഇനി ആ ലോഗിൻ പേജിനകത്ത് നമ്മുടെ മെയിൻ സ്പെക് ഫയൽ എടുത്ത് അതിനകത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്,
ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, യൂസർ നെയിം, പാസ്വേഡ്, ആ കാര്യങ്ങളൊക്കെ. ഈ കാര്യങ്ങൾ നമുക്ക് എന്തിനു വേണം? നമ്മുടെ ലോഗിൻ പേജ് ക്ലാസ്സിനകത്ത് വേണം. അപ്പം ഇങ്ങനെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ലോഗിൻ പേജ് എടുത്ത് ലോഗിൻ പേജ് ഡോട്ട് JS എടുക്കണം. ക്ലാസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം? ക്ലാസ് എന്ന് പറഞ്ഞ കീവേഡ് വേണം. ഫയൽ നെയിം, സെയിം ഫയൽ നെയിം കൊടുക്കുക. എന്നിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു. ഓക്കെ, ആ ബ്രേസസ് അല്ല, കേളി ബ്രേസസ് ആണ്. ഓക്കെ, ഇതുവരെ ചെയ്തോ? ബാക്കി രണ്ടുപേരും ജസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ JS ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓരോന്നിനും ഓരോ ക്ലാസ് വീതം ക്രിയേറ്റ് ചെയ്യാൻ പോകാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യണത് ലോഗിൻ പേജിന് വേണ്ടിയിട്ടാണ്. അപ്പം എന്ത് ചെയ്തു? ഇനി ഈ ലോഗിൻ പേജിനകത്ത് എനിക്ക് ആവശ്യം ഒരു കൺസ്ട്രക്ടർ ആവശ്യമുണ്ട്. കൺസ്ട്രക്ടർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഈ കൺസ്ട്രക്ടർ വഴി പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കൺസ്ട്രക്ടർ ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇതല്ലേ അത് തന്നെ. ഇനി കേളി ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. എൻ്റർ അടിച്ചോ. ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? നമ്മുടെ മെയിൻ സ്പെക്ക് എടുത്ത് ഓക്കെ, അതിനകത്തുനിന്ന് അത്രയും കാര്യങ്ങൾ കോപ്പി ചെയ്തിട്ട് നമ്മുടെ കൺസ്ട്രക്ടറിനകത്ത് ഇടാം. കട്ട് ചെയ്യല്ലേ, ഇവിടുന്ന് മാറ്റല്ലേ? ഇവിടുന്ന് മാറ്റിക്കോ. കട്ട് ചെയ്തിട്ട് നമ്മുടെ എന്തിനകത്ത് ഇടാണ്? ലോഗിൻ പേജിനകത്ത് ഇടാം. അതിനകത്ത് ഓക്കെ. ഇനി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇതിനകത്ത് നമ്മൾ എന്താ യൂസ് ചെയ്തേക്കുന്നത്? പേജ് ഡോട്ട് ലൊക്കേറ്ററിനാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ പേജ് എന്തില്ല, നമുക്കിവിടെ നമ്മൾ എവിടെയെങ്കിലും ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഈ പേജിന് നമുക്ക് എന്ത് ചെയ്യണം? കൺസ്ട്രക്ടർ വഴി ഗെറ്റ് ചെയ്തെടുക്കണം. എവിടുന്ന്? നമുക്ക് ഈ ലോഗിൻ പേജിന് ആദ്യം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ലോഗിൻ പേജിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സ്പെക്കിനകത്താണ്, സ്പെക് ഫയലിനകത്താണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ കട്ട് ചെയ്ത് എടുത്തോടുത്ത് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം? ജസ്റ്റ് ഒരു കോൺസ്റ്റ് ലോഗിൻ പേജ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ന്യൂ ലോഗിൻ പേജ്, ന്യൂ ലോഗിൻ പേജ്, നമ്മുടെ ക്ലാസ് നമ്മുടെ രണ്ടാമത്തെ എല്ലാ ഗ്യാപ്സ്. ഓക്കെ, അപ്പോൾ ഈ ലോഗിൻ പേജിന് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇത് ഇമ്പോർട്ട് ആയിട്ടില്ല. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ടർ വിളിച്ചിട്ടല്ല നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം, അവിടെ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത് അവിടെ എക്സ്പോർട്ട് ചെയ്യണം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് കോൺസ്റ്റ് ലോഗിൻ പേജ്, ന്യൂ ലോഗിൻ പേജ് കഴിഞ്ഞിട്ട് എന്താ? റൗണ്ട് ബ്രേസസും കൂടെ വേണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇവിടെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? അവിടെ എക്സ്പോർട്ട് ചെയ്യണം. ഒന്ന് എക്സ്പോർട്ട് ചെയ്യോ? ആദ്യം എക്സ്പോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ലോഗിൻ പേജ് എടുത്ത് ജസ്റ്റ് ക്ലാസ്സിന് തൊട്ട് മുന്നേ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്താൽ മതി. എക്സ്പോർട്ട്. ഓക്കെ, എക്സ്പോർട്ട് എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തിട്ട് ഇതിനെ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ മെയിൻ ഫയലിനകത്ത് ഇതിന് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും സെക്കൻഡ് ലൈനായിട്ട് കൊടുത്തു. അടുത്തത് ഇത് ഇമ്പോർട്ട് ലോഗിൻ പേജ്. ഓക്കെ, ലോഗിൻ പേജ് എന്ത് ചെയ്തു? നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? കൺസ്ട്രക്ടർ വഴി പേജിന് അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ട് ചെയ്യുമ്പോഴല്ല, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ സെയിം നെയിം കൊടുക്കണം. ഇത് .js വേണോ? .js കൊടുത്താണ്. ലോഗിൻ പേജ് .js. പക്ഷെ ഇതെന്താണ് കറക്റ്റ് അല്ലാത്തത്? അത് ബാക്ക് സ്പേസ് അടിച്ച് ഫുൾ കളഞ്ഞ്. അല്ല, ഇത് ആദ്യം നോർമൽ എല്ലാവുമ്പോ വേറെ ഇല്ല. പക്ഷെ ഞാനിവിടെ കൊടുത്തത് ക്യാപ്സ് എല്ലാം. അത് നമ്മൾ റീനെയിം ചെയ്തില്ലേ? ഇത് ആദ്യത്തെ എടുത്തേക്കുന്നത്. കുഴപ്പമില്ല, പറഞ്ഞുതരാം. അത് ഫുൾ ബാക്ക് സ്പേസ് അടിച്ച് അത് ഫുൾ കളഞ്ഞു. അത്രയും കളഞ്ഞു. എന്നിട്ട് ഒന്നും കൂടെ ഡബിൾ കോട്ട്സ് ഇട്ട് ഓക്കെ. എന്നിട്ട് നമുക്ക് ഒരു ഡോട്ട് സ്ലാഷ് ഇട്ട് അതിനകത്ത് പേജ് ഒബ്ജക്റ്റ് അതെടുത്തു. ഓക്കെ, ഇനി ഒരു സ്ലാഷും കൂടെ ഇട്ട് അതങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി .js കൊടുത്ത് .js അതൊന്ന് സേവ് ചെയ്തിടാം. മറ്റേ റീനെയിം ചെയ്ത ലോഗിൻ പേജും ഒന്ന് സേവ് ചെയ്ത്
അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ ആ റീനെയിം ചെയ്തത്? അത് അക്സെപ്റ്റ് ചെയ്യണം. അത് ഓൾറെഡി ഇൻക്ലൂഡ് ഫയൽ നെയിം. ഇത് അവർ ആക്ച്വലി പറയുന്നതാണ് ഡിഫേഴ്സ് ഫ്രം ഇത്. അപ്പൊ ഞാൻ സ്മോൾ കൊടുത്താലോ? സ്മോൾ കൊടുത്താൽ നമുക്ക് കിട്ടില്ല, ഈ എറർ പോകുന്നു മാത്രം. സാരല്ല, നമുക്ക് ലാസ്റ്റ് റൺ ചെയ്യുമ്പോൾ ഈ സെയിം ഇഷ്യൂ വരുന്നുണ്ടോ നോക്കാം. ചിലപ്പോൾ അപ്പൊ ഈ ഇഷ്യൂ എടുക്കില്ല, കുഴപ്പമില്ല, നോക്കാം. ഇപ്പൊ അതങ്ങനെ കടന്നോട്ടെ. ലോഗിൻ പേജ് ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് പേജിനെ പാസ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ അവിടെ എല്ലാം പേജ് ഡോട്ട് ലൊക്കേറ്റർ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. പേജിന് ഇവിടെ മാത്രമേ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ, അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ കൺസ്ട്രക്ടറിന്റെ ഉള്ളിൽ പേജ് പാസ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ കൺസ്ട്രക്ടറിന്റെ ഉള്ളിൽ എന്നാലല്ലേ നമുക്ക് അവിടെ എടുക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഇവിടെ പേജ് അതിന്റെ ഉള്ളിൽ എവിടെയാ ലോഗിൻ പേജ് കഴിഞ്ഞ് രണ്ടാമത് തന്നെ അവിടെ തന്നെ പേജ്. അതാണ് നമ്മുടെ ലോഗിൻ പേജിന്റെ കൺസ്ട്രക്ടറിനെ വിളിച്ചാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം ആ പേജിൽ. നമ്മൾ പാരാമീറ്ററായി പാസ് ചെയ്ത് കൊടുത്തു. ഇവിടെ പാസ് ചെയ്ത് കൊടുത്തതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യാം, സെയിം പേജിനെ ഗെറ്റ് ചെയ്തെടുത്ത് ലോഗിൻ പേജ് എടുത്ത് നമ്മൾ ലോഗിൻ പേജ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ, അതായത് കൺസ്ട്രക്ടർ ഓഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യാണ്, പേജ് എടുത്തു. അപ്പോൾ ഈ പേജിന് എന്തുണ്ട്, ലൈഫ് ഉണ്ട്. ഈ പേജിന് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺസ്ട്രക്ടറിനകത്ത് നമ്മൾ എപ്പോൾ കൊടുക്കുമ്പോഴും എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ, കോൺസ്റ്റ് അല്ല, ഈ കൺസ്ട്രക്ടറിനകത്തുള്ള വേരിയബിൾസിനെ നമ്മൾ ദിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ദിസ് ഡോട്ട് യൂസർ നെയിം, ദിസ് ഡോട്ട് പാസ്വേഡ്, ദിസ് ഡോട്ട് ലോഗിൻ ബട്ടൺ. അതായത് മൊത്തത്തിൽ നമുക്കിതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്ലാസ്സിൻ്റെ ഒരു കൺസ്ട്രക്ടറിനകത്ത് നമുക്ക് മൊത്തത്തിൽ ഗ്ലോബലി വേണ്ട വേരിയബിൾസിനെല്ലാം നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, അസൈൻ ചെയ്ത് കൊടുത്തു. ഇത്രയും വരെ മനസ്സിലായോ? ബാക്കി രണ്ടുപേർക്കും ചെയ്തോ? ബാക്കി രണ്ടുപേരും ചെയ്തോ? ആര് ചെയ്തോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത നമ്മുടെ സ്പെക് ഫയൽ എടുത്തിട്ട് അതിനകത്തുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, യൂസർ നെയിമും പാസ്വേഡും ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാ. ഓക്കെ, ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് എന്തിനകത്തേക്ക് പോയിട്ടുണ്ട്, ഇതില്ലേ സെവൻത്ത് ലൈൻ മിസ്സായി, നമുക്ക് അതിനകത്തേക്ക് പോവണ്ടേ, എന്നിട്ട് തന്നെ അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അത് ജസ്റ്റ് കട്ട് ചെയ്തെടുത്ത് എവിടുന്ന്, അത് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ പേജിനകത്ത് ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് പറഞ്ഞു കൊടുക്കാം. അതായത് ഓരോന്നിനും സെപ്പറേറ്റ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ ഒരു ഫങ്ഷൻ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ, അത് എന്തിനുള്ള ഫങ്ഷനാണ്, ഫങ്ഷൻ കീവേഡ് ഒന്നും വേണ്ട, സിമ്പിൾ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. അത് എന്തിനുള്ള ഫങ്ഷനാണ്, നമുക്ക് പുതിയ ലോഗിൻ പേജിക്ക് നാവിഗേറ്റ് ചെയ്യാൻ. അപ്പോൾ ജസ്റ്റ് ഗോ ടു ലോഗിൻ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ലോഗിൻ എന്നിട്ടൊരു ബ്രേസസ് തന്നെ റൗണ്ട് ബ്രേസസ് ഓപ്പൺ ചെയ്ത് കേളി ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അവിടെ കോപ്പി ചെയ്ത കട്ട് ചെയ്തെടുത്തില്ലേ, അതിവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ അവൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫങ്ഷൻ എന്തായിരിക്കണം, അസിങ്ക് ആയിരിക്കണം. ഈ ഫങ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ അവിടെ കട്ട് ചെയ്തെടുത്തെടുത്ത് എന്തുകൊണ്ട് വെക്കുക, ഈ ഗോ ടു ലോഗിനെ കോൾ ചെയ്യണം, വേണ്ട? അപ്പൊ എങ്ങനെയാ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് വേണ്ട. ഒബ്ജക്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ ആ ലോഗിൻ പേജിനകത്തല്ലേ കൊടുത്തേക്കുന്നത്. ഈ ഗോ ടുവിനെ എങ്ങനെ വിളിക്കാം, ഡയറക്റ്റ് ആയിട്ട് വിളിക്കാൻ പറ്റില്ല, ആ പേജിനകത്തല്ലേ ആ ക്ലാസ്. അപ്പൊ ലോഗിൻ പേജ് ഡോട്ട് സ്മോൾ ലെറ്റർ ലോഗിൻ പേജ്, ലോഗിൻ പേജ് ഡോട്ട്, നമുക്ക് അതിനെ വേണമെങ്കിൽ ഇനിയും ചെറുതാക്കി ചെറിയ വേരിയബിളിലേക്കൊക്കെ കൊടുക്കാട്ടോ. കറക്റ്റ് ലോഗിൻ പേജ് തന്നെ കൊടുക്കണമെന്നില്ല. കോൺസ്റ്റ് ലോഗിൻ പേജ്, ഓക്കെ, അവിടെ എന്താണ് കൊടുത്തത് അത് തന്നെ ഇവിടെ വിളിക്കണം. അതിന്റെ അതായത് ആ റെഫറൻസ് വേരിയബിളിനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ആ മെത്തേഡ് കോൾ ചെയ്യാൻ യൂസ് ചെയ്യണം. ലോഗിൻ പേജ്
കാരണം ഇനിയിപ്പോൾ രണ്ട് ലോഗിൻ പേജ് ആകുമ്പോൾ കൺഫ്യൂഷൻ ആ ആവാതിരിക്കാൻ ഞാൻ ലോഗിൻ. പറഞ്ഞു. പിന്നെ ഇത് ലോഗിൻ ഡോട്ട് ഗോ ടു ലോഗിൻ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ അവൈറ്റ് വേണ്ട കാര്യമുണ്ടോ? ഇവിടെ നമ്മൾ അതൊരു അസിങ് ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അവൈറ്റ് യൂസ് ചെയ്ത് കോൾ ചെയ്യാം. ഓക്കെ, സെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. ആകെ എന്താ ചെയ്തിട്ടുള്ളൂ, ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, അതിനകത്ത് ഒരു കൺസ്ട്രക്ടറിൽ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു, അതേപോലെ തന്നെ ഒരു ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെയാണ് അതിൻ്റെ ലോഗിൻ്റെ വാലിഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. അടുത്ത സ്റ്റെപ്പും അത് തന്നെയാണ്. ലോഗിൻ യൂസർ നെയിം പാസ്വേഡും ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് ഫുൾ കോപ്പി ചെയ്ത് അവിടെ ഇടാം. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക ആദ്യം. ഇവിടെ നിന്ന് കട്ട് ചെയ്തു, ഇനി അവിടെ ഒരു ഫംഗ്ഷൻ, പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇതെന്താ ചെയ്യണത്, നമ്മൾ ലോഗിനെ വാലിഡേറ്റ് ചെയ്യാം. അപ്പോൾ വാലിഡേറ്റ് ലോഗിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം, ലോഗിൻ. ഓക്കെ, എന്നിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് ഫുൾ അവൈറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇനിയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ യൂസർ നെയിമിനെയും പാസ്വേഡിനെയും നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനെവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്, കൺസ്ട്രക്റ്റിൻ്റെ അകത്താണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ കൺസ്ട്രക്റ്റിനകത്ത് ദിസ് ഡോട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ യൂസർ നെയിം പാസ്വേഡ് ലോഗിൻ ബട്ടൺ ഒക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യണോ അവിടെയൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്, ദിസ് ഡോട്ട് യൂസർ നെയിം. സെയിം അത് ആ വേരിയബിൾ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം. അപ്പോൾ ദിസ് ഡോട്ട് പറഞ്ഞിട്ട് വേണം നമ്മൾ ഇവിടെയൊക്കെ കോൾ ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ പാസ്വേഡ് യൂസർ നെയിം നമ്മൾ ഈ കേസിനകത്ത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്തേക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ അവിടെ നമ്മുടെ മെയിൻ സ്പെക്ക് എടുത്ത് സ്പെക്കിനകത്ത് ജസ്റ്റ് എന്ത് ചെയ്യാം, രണ്ട് കോൺസ്റ്റൻസ് വേരിയബിൾ സേവ് ചെയ്ത് വെക്കാം. 7th ലൈനൊക്കെ ആയിട്ട് ഏറ്റവും ഗ്ലോബൽ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചാൽ മതി. എന്താ, രണ്ട് കോൺസ്റ്റൻസ് വേരിയബിൾ, ഒന്ന് പാസ്വേഡ്, കോൺസ്റ്റ് യൂസർ നെയിം, എന്ത് പേര് വേണമെങ്കിലും യു നെയിം ഒന്നും അങ്ങനെ എന്തെങ്കിലും ഷോർട്ടാക്കി കൊടുക്കാം കേട്ടോ. സെയിം ആ നെയിം തന്നെ കൊടുക്കുമ്പോൾ കൺഫ്യൂഷൻ വേണ്ടല്ലോ. ഓക്കെ, ഈക്വൽ ടു പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആ യൂസർ നെയിം ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ പാസ്വേഡും എന്ത് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ യൂസർ നെയിമിനും പാസ്വേഡിനും പകരം നമുക്ക് എന്ത് വെച്ച് കൊടുക്കണം, ആ യൂസർ നെയിമും പാസ്വേഡും വെച്ച് കൊടുക്കണം അല്ലേ. അപ്പം എന്ത് ചെയ്യാം, ഇവിടെ അതിന് കോൾ ചെയ്യാം ആ മെത്തേഡിനെ. എവിടെ ലോഗിൻ പേജ് ആ മെത്തേഡിനെ കോൾ ചെയ്യുന്ന സമയത്ത്, അതായത് വാലിഡേറ്റ് ലോഗിനെ കോൾ ചെയ്യാം. വാലിഡേറ്റ് ലോഗിനെ മനസ്സിലായില്ല. നമ്മളിപ്പോ ഗോ ടു ലോഗിൻ വിളിച്ച പോലെ അടുത്ത മെത്തേഡിനെ നമുക്ക് കോൾ ചെയ്യണ്ട ഇവിടെ. അപ്പൊ അതുപോലെ കോൾ ചെയ്യാം. വെയിറ്റ് ലോഗിൻ ഡോട്ട് അതെ ലോഗിൻ വാലിഡേറ്റ് ലോഗിൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഈ യൂസർ നെയിമും പാസ്വേഡും പാസ് ചെയ്ത് കൊടുക്കുക. യു നെയിം കോമ പാസ്വേഡ്. എന്നിട്ട് ഇതിന് നമ്മൾ എവിടെ എടുക്കുക, ഇവിടെ ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക യു നെയിം പാസ്വേഡ്. ഓക്കെ, യു നെയിം പാസ്വേഡ്. ഓക്കെ, എന്നിട്ട് അതിന് ഇവിടെ ഫില്ല് ചെയ്യാനും കൂടെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താന്ന് മനസ്സിലായോ? ആയിരിക്കും മനസ്സിലായോ? ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട്, അതായത് യൂസർ നെയിം പാസ്വേഡ് എല്ലാം ലോഗിൻ ബട്ടണിൽ തന്നെ വെച്ചൂടെ, ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെയും ചെയ്യാമല്ലോ. എന്താ മനസ്സിലായോ? ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞ ഇപ്പൊ ലോഗിൻ പേജിലാണ് എൻറ്റയർ യൂസർ നെയിം പാസ്വേഡ് എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോ നമുക്ക് വേറെ എവിടെയെങ്കിലും ഈ യൂസർ നെയിമും പാസ്വേഡും വേണമെങ്കിൽ നമുക്ക് അവിടെ ഇതിനെ ക്രിയേറ്റ് ചെയ്യണ്ടേ. അപ്പൊ ഇത് സ്പെക്കിനകത്തുനിന്ന് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്പെക്കിനകത്ത് വെച്ച്, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇപ്പൊ ഈ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ഇനി ഇതിനകത്ത് വേറെ പേജസിനകത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ക്രിയേറ്റ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് ഇതാകുമ്പോൾ റീയൂസ് ചെയ്യാലോ. ഓക്കെ, ശ്രീജ്യോതിക്ക് കിട്ടിയോ? മനസ്സിലായോ? എനിക്ക് ഇഷ്യൂ കാണിക്കുക. എവിടെയാടാ വെയിറ്റില് ഇഷ്യൂ കാണിക്കുക? എവിടെയാ, ഏതാ വെയിറ്റാ?
അകത്ത് ആ ലോഗിൻ പേജിൽ എന്തോ എറർ കാണിക്കുന്നുണ്ട്. ലോഗിൻ പേജ് എടുത്ത് എവിടെ അസിങ്ക് കൊടുത്തിട്ടില്ലേ ഫംഗ്ഷന്? ലിങ്ക് കൊടുത്തില്ല. ഒരു മിനിറ്റ്. ഓക്കെ, അവിടെ വെയിറ്റ് കൊടുക്കണ്ടടാ. ആ വെയിറ്റ് എല്ലാം കളഞ്ഞേക്ക്. അതായത് ഓക്കെ, ആ വെയിറ്റ് എല്ലാം കളഞ്ഞ് അതെല്ലാം കളഞ്ഞ് ആ വെയിറ്റ് കൊടുക്കുമ്പോൾ ഫംഗ്ഷനൊക്കെ എന്താവണം, സിങ്ക് ആക്കണം. നമുക്ക് അവിടെ ആ വെയിറ്റിന്റെ ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിക്ലെയർ ചെയ്തേക്കുന്നത് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മുടെ കൺസ്ട്രക്ടർ എടുക്കാം. കൺസ്ട്രക്ടറിനകത്ത് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, യൂസർ നെയിം, പാസ്വേഡ്, ലോഗിൻ ബട്ടൺ, 3 വേരിയബിളിനെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഈ 3 വേരിയബിളിനെ പറഞ്ഞു കൊടുക്കാൻ കാരണം നമുക്ക് ഈ ലോഗിൻ പേജിനകത്ത് ഈ 3 ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് വിളിച്ചിട്ടുണ്ട് ദിസ് ഡോട്ട് യു നെയിം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൺസ്ട്രക്ടറിനകത്തും ദിസ് ഡോട്ട് എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. കൺസ്ട്രക്ടർ എവിടെ, അതിന്റെ താഴെ കോൺസ്റ്റന്റ് പകരം എന്ത് ചെയ്യുക, ദിസ് ഡോട്ട് യു നെയിം ആക്കുക. അതെല്ലാം ദിസ് ഡോട്ട് ആക്കുക, ദിസ് ഡോട്ട്. അതുപോലെ അതും. ഓക്കെ, ഇനി മെത്തേഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നതും തെറ്റാ. ആ 2 ബ്രേസസ് ആവശ്യമില്ല. ആ സിങ്ക് കഴിഞ്ഞിട്ട് ഓപ്പണും ക്ലോസും ഇല്ല, അത് ആവശ്യമില്ല. ഓക്കെ, അതല്ലടാ, അത് വേണം. ആ റൗണ്ട് ബ്രേസസ് വേണം. അത് പക്ഷെ ഈ ഗോ ടുവിന് ഒരു ബ്രേസസിനകത്ത് ഇട്ടിട്ടില്ല, ഗോ ടു ലോഗിൻ, അതിന് ആവശ്യമില്ല. ആ ഓപ്പണിങ്ങും കളഞ്ഞ്, അതായത് അസിങ്ക് കഴിഞ്ഞിട്ടുള്ളത്, അസിങ്ക് കഴിഞ്ഞിട്ട് റെഡ് അത് തന്നെ ആ സ്പേസ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഫംഗ്ഷൻ നെയിം മാത്രം പറഞ്ഞു കൊടുക്കുക. നമ്മളിത് അവൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവിടെ എന്ത് ചെയ്തേക്കുന്നത്, ഒരു അസിങ്ക് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പൊ എററെല്ലാം പോയില്ലേ? ഓക്കെ, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, യൂസർ നെയിം, പാസ്വേഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എവിടെ പാസ് ചെയ്ത് കൊടുക്കണം, അവൈറ്റ് ലോഗിൻ പേജ്. ലോഗിൻ പേജിന്റെ അകത്തുള്ള എന്ത് മെത്തേഡ് വേണം, വാലിഡേറ്റ് ലോഗിൻ, അതിനകത്ത് പാസ് ചെയ്ത് കൊടുക്കുക. പാസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ യു നെയിം കോമ പാസ്വേഡ് പാസ്. ഇനി ഇതിനവിടെ പാസ് ചെയ്ത് കൊടുത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മുടെ ലോഗിൻ പേജിനകത്ത് ഇത് ഗെറ്റ് ചെയ്ത് എടുക്കണം. എവിടെയാ, അവിടെ തന്നെ. ഓക്കെ, അപ്പൊ ഇതിനെവിടെ ഗെറ്റ് ചെയ്തെടുത്താൽ നമ്മൾ ഇനി സ്റ്റാൻഡേർഡ് യൂസറിനും സീക്രട്ട് സോഴ്സിനും പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഗെറ്റ് ചെയ്തെടുത്ത് ഈ വാല്യൂ കൊടുക്കാം. അത് മാറ്റിയിട്ട് ഡയറക്റ്റ് ആയിട്ട് സിംഗിൾ കോഡ്സ് വേണ്ട, ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ കൺസ്ട്രക്ടർ എടുത്ത ഇതിനകത്തുള്ള ഈ കൺസ്ട്രക്ടറിനകത്ത് മാത്രമേ ഈ പേജിന് ലൈഫ് ഉള്ളൂ. ഈ പേജ് എന്ന് പറയുന്നത് ഈ കൺസ്ട്രക്ടറിനകത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. അപ്പൊ എന്ത് വേണം, ഈ പേജിന് നമ്മൾ എന്ത് ചെയ്യണം, ദിസ് ഡോട്ട് പേജ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, കൺസ്ട്രക്ടറിനകത്ത് എവിടെയെങ്കിലും ഫസ്റ്റ് ലൈനായിട്ട്, അവിടെ അല്ലടാ, ഫസ്റ്റ് ലൈനോ ലാസ്റ്റ് ലൈനോ എവിടെയെങ്കിലും ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അവിടെയല്ല, പുതിയതായിട്ട് ഫസ്റ്റ് ലൈനോ ലാസ്റ്റ് ലൈനോ ഇട്ട് കൺസ്ട്രക്ടറിനകത്ത് ഏറ്റവും എൻഡില് എൻ്റർ അടിച്ച്, എന്നിട്ട് ദിസ് ഡോട്ട് പേജ് ദിസ് ഡോട്ട് പേജ് ഈക്വൽ ടു പേജ് എന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, പേജിനെയും കൂടെ നമ്മൾ പറഞ്ഞു കൊടുത്തേക്കാം. പേജും നമ്മൾ താഴെയുള്ള എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ദിസ് ഡോട്ട് പേജ് എന്ന് വേണം പിന്നെ എല്ലായിടത്തും യൂസ് ചെയ്യാൻ. പേജ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ എന്താക്കണം, പേജ് മാറ്റിയിട്ട് ദിസ് ഡോട്ട് പേജ് ആക്കണം. താഴെ അവിടെയല്ല, അത് കൺസ്ട്രക്ടറിനകത്തല്ലേ, അതിനകത്ത് ആക്സസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതിന് പുറത്ത് അതേപോലെ തന്നെ അവിടെ. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ മെയിൻ സ്പെക്ക് എടുത്ത് ഓക്കെ അതിനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, പി ഒബ്ജക്റ്റ് ലോഗിൻ പേജിന്
ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫയലിനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ടെസ്റ്റ് PO/20 ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഫയലിനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇതിനകത്ത് നമ്മൾ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ, അത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. വർക്കായി. ആരോണ്ട് വർക്കായോ? വർക്കായി. അതെ, മറ്റേ ഇഷ്യൂ കുഴപ്പമില്ല. ഇല്ല ഇല്ല, അതിപ്പോഴും റെഡ് കാണിക്കുന്നുണ്ട്, പക്ഷെ വർക്ക് ആവുന്നുണ്ട്. കുഴപ്പമില്ല. ശ്രീജ്യോതിക്കോ? വർക്ക് ആയിട്ടില്ല. ഷെയർ ചെയ്യണം, നമുക്ക് നോക്കാം. ഫയൽ നെയിം ഇങ്ങനെയല്ലേ കൊടുക്കണ്ടേ? ഫയൽ നെയിം ഈ ഫയൽ നെയിം. ഓക്കെ, ഈ കോപ്പി ഒന്ന് എഡിറ്റ് ചെയ്ത് കളയോ? ആ ഫയൽ നെയിം ഒന്ന് എഡിറ്റ് ചെയ്യോടാ. ആ സ്പെക്ക് കോപ്പി എന്ന് വേണ്ട, അതായത് അവിടെ തന്നെ എഡിറ്റ് ചെയ്തേക്ക്. റീനെയിം ചെയ്തിട്ടേ ആ കോപ്പി വേണ്ട. ആ ഓക്കെ, ഇനി സേവ് ചെയ്ത് ഇങ്ങനത്തെ ഒന്നും കൂടെ ഒന്ന് റൺ ചെയ്തേ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം നമ്മൾ ലോഗിൻ പേജ് മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മുടെ മെയിൻ സ്പെക്ക് എടുത്ത് അതിനകത്ത് അടുത്തത് എന്തൊക്കെയാണ് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എവിടെ വരെ കൊടുത്തു. അടുത്തത് അവൈറ്റ് പേജിലോട്ട്. ഈ വെയിറ്റ് ഫോർ ലോഡ് സ്റ്റേറ്റ് ഇല്ലടാ, അതും നമ്മുടെ വാലിഡേറ്റ് ലോഗിൻ കോപ്പി ചെയ്ത് അതിനകത്ത് കിട്ടും. ഇപ്പം അടുത്ത പേജിലേക്ക് പോകാനുള്ളതല്ലേ, അതിന് വേണ്ടി പ്രത്യേകിച്ചൊരു ഫംഗ്ഷനൊന്നും വേണ്ട. അതിനകത്ത് തന്നെ കോപ്പി ചെയ്തിട്ട് സേവ് ചെയ്ത് വെച്ച് ജസ്റ്റ് അതെന്താ അടുത്ത പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത് കൊടുത്തതാണ്. അത് നമ്മൾ ഇതിനകത്ത് തന്നെ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഉള്ളത്? വെയിറ്റ് ഫോർ ലോഡ് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഐറ്റം. ഇതെന്തിൻ്റെ പേജാ? പ്രൊഡക്ട്സിനെ ലിസ്റ്റ് ചെയ്യണ പേജാ, പ്രൊഡക്റ്റിൻ്റെ ഒരു പേജ്. അപ്പോൾ ഇതേപോലെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. പ്രൊഡക്റ്റ് പേജ് എന്നോ എന്തെങ്കിലും ഒരു പേര് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ പ്രൊഡക്റ്റ് page.js ഇതേപോലെ തന്നെ ക്ലാസ്സും കൺസ്ട്രക്ടറും ക്രിയേറ്റ് ചെയ്യുക. കോമൺ ആയിട്ടുള്ളതിനെല്ലാം എന്ത് ചെയ്യുക? കൺസ്ട്രക്ടറിനകത്ത് പറഞ്ഞു കൊടുക്കുക. ആദ്യം ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലാസ് ക്ലോസ് ചെയ്തിടാം. ഓക്കെ, ഇതൊരു എല്ലാവരും ചെയ്യട്ടെ. പറഞ്ഞുതരാം, ചെയ്ത് കഴിഞ്ഞിട്ട് പറയണേ. പറഞ്ഞു തരാടാ ബാക്കി, ഒരുമിച്ച് എല്ലാവരുടെയും കഴിയട്ടെ. ഇത് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നതും വെയിറ്റ് ചെയ്യുന്നതും ടൈറ്റിൽ എടുക്കുന്നതും ചെയ്യണോ? ഏതാ എനിക്ക് മനസ്സിലായില്ല.
പ്രൊഡക്റ്റ് അല്ല, പേജിൽ ഇതിനകത്തുള്ള ഫസ്റ്റ് കുറച്ച് കാര്യങ്ങളോ നമ്മുടെ സ്പെക് ഫയലിനകത്തോ? ലൊക്കേറ്റ് ചെയ്യുന്നത് മാത്രം എടുത്താൽ മതി അല്ലേ? സ്പെക് ഫയലിനകത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് പ്രൊഡക്റ്റ് ടൈറ്റിൽ അല്ലേ ആ നമ്മൾ ആ ചെയ്യുന്നത്? പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ടൈറ്റിൽ ടൈറ്റിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് മാത്രം മതി. ആ വെയിറ്റ് ഫോർ ലൊക്കേറ്റ് ചെയ്യുന്നത് മാത്രം എടുത്താൽ മതി. നമുക്ക് അതിനകത്ത് സ്പെക് ഫയൽ ഒന്ന് എടുത്തേടാ. ആരുടെ ചെയ്തു ഇതുവരെ? ഉം? ചെയ്തോ ഇതുവരെ? ആ ചെയ്തു. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പ് പറയട്ടെ. നമ്മുടെ സ്പെക് ഫയൽ എടുത്തേ. ഓക്കെ, ഇപ്പൊ ഇതിനകത്തുനിന്ന് ഇനി എന്താണ് വാലിഡേറ്റ് ലോഗിനെ വിളിച്ചു. പ്രൊഡക്റ്റ് ടൈറ്റിൽ എന്തായിരുന്നടാ കോപ്പി ചെയ്തിട്ടത്? എന്തായിരുന്നു? ഐറ്റം ടൈറ്റിലിനെ നമ്മൾ എന്ത് ചെയ്തു? കോപ്പി ചെയ്ത് ഇട്ടു. അതായത് അതിനകത്ത് എല്ലാത്തിലും ആക്സസ് ചെയ്യേണ്ടതാണ്. ഇനി അതിനകത്ത് എന്താ വേണ്ടേ? നമുക്ക് അതേപോലെ വെയിറ്റ് ഫോർ ആണ്, കുഴപ്പമില്ല. ടൈറ്റിൽസ്, ടൈറ്റിൽസിന്റെ കണ്ടന്റ് എടുക്കുകയാണ്, അതും കുഴപ്പമില്ല. ഇൻവെന്ററി ഐറ്റം ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് നമുക്ക് ആവശ്യമുണ്ട് ഇല്ലേ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് പ്രൊഡക്റ്റ് നെയിം നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇൻവെന്ററി ഐറ്റം ഡിസ്ക്രിപ്ഷൻ അതിനെ ഇതേപോലെ ഒരു വേരിയബിൾ ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി എന്താ നമുക്ക് അതിനകത്ത് ആവശ്യം? ഇത്രയല്ലേ ഉള്ളൂ. വേറെ എന്താണ്? പ്രൊഡക്റ്റ് കൗണ്ട് ഒന്നും വേണ്ട, അത് നമ്മൾ ഇതിനകത്ത് പാസ് ചെയ്ത് കൊടുത്താൽ മതി. കൗണ്ട് പിന്നെ സ്ക്രോൾ ചെയ്തേടാ. പിന്നെ എന്നാ ഇഫിനകത്ത് കൊടുത്തേക്കുന്ന കാര്യങ്ങളിൽ പ്രൊഡക്റ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തു. ലെങ്ത് ഓഫ് ഇൻവെന്ററി ഐറ്റം നെയിം അതെന്താന്ന് വെച്ചാൽ ചെയിനിങ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കൊടുക്കണ്ട, അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. എന്താന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഡോട്ട് എൻത്ത് ഓഫ് ഐ ഡോട്ട് ലൊക്കേറ്റർ അതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. അതെന്താ ചെയിനിങ് ചെയ്തേക്കുക, ലൊക്കേറ്റർ ചെയിനിങ്. അപ്പം അതങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനകത്തുള്ളതൊക്കെ ചെയിനിങ് തന്നെയാണ്. പിന്നെ അതിനകത്ത് എന്താണ് കാർട്ട് ബട്ടൺ. കാർട്ട് ബട്ടൺ ആവശ്യമില്ലേ നമുക്ക്? അതിനെയും കൂടെ പറഞ്ഞു കൊടുത്തേക്കണം താഴെ 32 ലൈനിനകത്ത്. നമുക്ക് ആവശ്യമുള്ള ബട്ടൺസ് അത്യാവശ്യമുള്ളതെല്ലാം ഈ ലൊക്കേറ്റേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു? കൺസ്ട്രക്റ്റിനകത്ത് പറഞ്ഞു കൊടുത്തു. ഇനി പേജും പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് അതിനകത്ത് ആദ്യം വേണ്ടത് എന്താണ്? ആ ഫംഗ്ഷനാണ്. അതിനകത്ത് എന്താ ചെയ്തേക്കുന്നത്? അതെടുത്ത് ആ ഒരു ഫംഗ്ഷൻ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാ ചെയ്തേക്കുന്നത്? ആദ്യം പ്രൊഡക്റ്റ് ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എന്ത് ചെയ്യാണ്? ഇതെന്തായിരുന്നു ഇതിനെന്താ മെത്തേഡ് നെയിം കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്തിട്ട് കാർട്ടിലേക്ക് ആഡ് ചെയ്യല്ലേ ചെയ്യണത്. അപ്പോൾ സെർച്ച് പ്രൊഡക്റ്റ് ടു കാർട്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? അതിനകത്ത് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു മെത്തേഡ് എന്തെങ്കിലും സെർച്ച് പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ടെന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തോ. ഓപ്പൺ ചെയ്ത് ആ ഒരു സ്ലാഷ് കാണിക്കുക. ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി അതിനകത്തുനിന്ന് അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തേക്കും? കോപ്പി ചെയ്ത് എടുത്തേക്കുക. വെയിറ്റ് ഫോർ നമ്മൾ ഇതിനകത്ത് കൊടുത്തില്ലേ? നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തില്ലേ? അതല്ലേ ഐറ്റം ടൈറ്റിൽ. അത് നമ്മുടെ ഇതിനകത്ത് കൊടുത്തോ, കുഴപ്പമില്ല. ഇതിനകത്ത് തന്നെ കൊടുത്തോ. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളതിൻ്റെ എല്ലാം എന്ത് ചെയ്യുക? എന്തൊക്കെയാണ് നമ്മളിപ്പോൾ അതിനകത്ത് ആവശ്യമുള്ളത്? ആ കൗണ്ട് കാണുന്നത് വരെ, കൗണ്ട് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത് വരെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇടുക. അത് മൊത്തം ഫംഗ്ഷനകത്ത് തന്നെ ആവശ്യമുള്ളതാണ്. എന്നാലും നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനകത്തുള്ള ടൈറ്റിലൊക്കെ മാറ്റിയിട്ട് എന്താക്കണം? ടൈറ്റിൽ നമ്മൾ ഇപ്പോൾ കൊടുക്കണം, അത് കുഴപ്പമില്ല. ഐറ്റം ടൈറ്റിൽ എന്താക്കണം? ദിസ് ഡോട്ട് ഐറ്റം ടൈറ്റിൽ ആക്കണം, വേണ്ടേ? ഓക്കെ, അതുപോലെ തന്നെ ടൈറ്റിൽ കൊടുത്തിട്ടില്ലല്ലോ. ടൈറ്റിൽ നമ്മളിപ്പോൾ പുതിയ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തേക്കല്ലേ. കൺട്രോൾ സെറ്റ് അടിച്ചാൽ ഞാൻ കണ്ടില്ല എന്താ ചെയ്തത്. കൺട്രോൾ സെറ്റ് അടിച്ച് ഒന്നും കൂടെ അടിച്ച്. ഓക്കെ, അതിൻ്റെ ആ വെയിറ്റ് കളയണ്ട, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ.
അവിടുത്തെ അവിടെ നമുക്ക് എന്ത് കൊടുക്കണം, ഒരു ദിസ് ഡോട്ട് കൊടുക്കണം എന്ന് മാത്രം. അതെന്തിനാ അവിടെ കൊടുക്കണേ, നമ്മൾ മുകളിൽ കൺസ്ട്രക്റ്റിനകത്ത് ദിസ് എന്ന് പറഞ്ഞാൽ വിളിച്ചേക്കുന്നത്. അപ്പോൾ ആ 12th ലൈനിൽ ഒരു ദിസ് ഡോട്ട് ആഡ് ചെയ്യാം. അവൈറ്റ് അവിടെ കിടന്നോട്ടെ, ദിസ് ഡോട്ട്. ഓക്കെ. അതേപോലെ തന്നെ ഐറ്റം ടൈറ്റിൽ വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ടെസ്റ്റ് അത് തന്നെ ഇവിടെ തന്നെ. ദിസ് യൂസ് ചെയ്യുന്നത് എന്തിനാ ആക്ച്വലി? ദിസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒബ്ജക്റ്റ്, അതായത് ദിസ് എന്ന് പറയുന്നത് കറന്റ് ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ക്ലാസ്സിനകത്തുള്ളത് നമ്മൾ എവിടെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ഈ പേജ്, ദിസ് ഡോട്ട് പേജ്, ദിസ് ഡോട്ട് ഐറ്റം, ഇതെല്ലാം കൺസ്ട്രക്റ്റിനകത്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ദിസ് ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ അത് ആ കൺസ്ട്രക്റ്റിനകത്ത് മാത്രമേ അതിന് ആക്സസിബിലിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ദിസ് ഡോട്ട് വെച്ച് കഴിഞ്ഞാൽ അതെന്താ ആ ക്ലാസ്സിൽ മൊത്തത്തിൽ യൂസ് ചെയ്യാം. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ എങ്ങനെ തന്നെ യൂസ് ചെയ്യണം, ദിസ് ഡോട്ട് തന്നെ പറഞ്ഞ് യൂസ് ചെയ്യണം. മനസ്സിലായോ? നമ്മൾ ജാവയിലൊക്കെ ഇൻസ്റ്റൻസ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കില്ലേ ദിസ് ഡോട്ട് പറഞ്ഞിട്ട്. പക്ഷെ പിന്നെ നമ്മൾ ദിസ് ഡോട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷെ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ പിന്നെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ആ ദിസ് ഡോട്ട് എന്ന് തന്നെ പറഞ്ഞ് യൂസ് ചെയ്യണം. പിന്നെ ഇനി ഇതിനകത്ത് ഉള്ളത് കോൺസ്റ്റ് ടൈറ്റിലാണ്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കാരണം അതെന്താ നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്തേക്കുന്ന, നമുക്ക് ഇതിനകത്ത് മാത്രം മതി. ഇനിയിപ്പോൾ ഇത് ഗ്ലോബലി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. ഇപ്പം അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ടൈറ്റിൽസ് പ്രിന്റ് ചെയ്യിപ്പിച്ചു. പ്രൊഡക്റ്റ് നെയിം ആണ്. പ്രൊഡക്റ്റ് നെയിം നമുക്ക് ഇവിടെ ആവശ്യമില്ല. പ്രൊഡക്റ്റ് നെയിം എന്ത് ചെയ്താൽ മതി, അവിടെ കൊടുത്താൽ മതി, നമ്മുടെ മെയിൻ സ്പെക്കിനകത്ത് കൊടുത്താൽ മതി. ഓക്കെ. മെയിൻ സ്പെക്കിനകത്ത് അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതിനാവശ്യം കോൺസ്റ്റ് കൗണ്ടാണ്, അതും കുഴപ്പമില്ല. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പം എന്ത് വേണം, ദിസ് ഡോട്ട് പ്രൊഡക്റ്റ് ആക്കണം. ഇത്രയും മനസ്സിലായോ? ആരൊന്ന് മനസ്സിലായോ? ആയിരിക്കാം. ചെയ്തിട്ട് മെല്ലെ പോവാം. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ, സ്റ്റക്ക് ആവുകയാണെങ്കിൽ. ഈ വേരിയബിളിനെ അല്ലാതെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും അല്ലേ, ഡയറക്റ്റ് ഓൾ ടെക്സ്റ്റ് കണ്ടന്റിനകത്തുള്ള എന്താണ് ഈ കോൺസ്റ്റ് ആയിട്ടോ? അതങ്ങനെ കൊടുക്കാം. ഇവിടെ നമ്മൾ കോൺസ്റ്റ് ആയിട്ട് കൊടുക്കാൻ കാരണം ഇതിപ്പോ നമ്മൾ ഈ ടൈറ്റിൽ ഇതിനകത്ത് മാത്രമല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ടൈറ്റിൽ എനിക്ക് അടുത്ത ഫംഗ്ഷനകത്തും ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ക്ലാസ്സിൽ മൊത്തത്തിൽ ആവശ്യമുണ്ട്, കുറേ ഫംഗ്ഷൻസ് ഉണ്ട്, അതിൽ മൊത്തം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈറ്റിലിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് മുകളിൽ കൊണ്ട് ദിസ് ഡോട്ട് പറഞ്ഞിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളൂ. ഇനിയിപ്പോ നോക്കാം ചെയ്ത് വരുമ്പോൾ ആവശ്യമുണ്ടോന്ന്. ഈ പ്രോഡക്റ്റ് നെയിം ആക്ച്വലി പാസ് ചെയ്ത് കൊടുക്കണോ നേരത്തെ കൊടുത്ത പോലെ? അത് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ മെയിൻ സ്പെക്കിനകത്ത് കൊണ്ടുപോയി വെക്കാം. അല്ല, അത് മെയിൻ ഇതിനകത്തല്ലേ കിടക്കുന്നത്, പ്രൊഡക്റ്റ് നെയിം. അവിടുന്ന് നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തപ്പോ നമ്മുടെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇതേപോലെ കൊടുക്കാം. അത് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ? പാസ് ചെയ്ത് കൊടുക്കണം. പാസ് ചെയ്യട്ടെ. ഇനി നമ്മൾ അതിനെ ജസ്റ്റ് എന്ത് ചെയ്തു, ലോഗിൻ പേജിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണ്ട പാസ് ചെയ്യാൻ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, എക്സ്പോർട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യും. എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തനിയെ ഇമ്പോർട്ട് ആയിക്കോളൂടാ. ഇനി ജസ്റ്റ് തനിയെ അത് ഇമ്പോർട്ട് ആയിക്കോളും. അടുത്ത സ്റ്റെപ്പായിട്ട് തന്നെ കൊടുത്തോടാ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മനസ്സിലാവും നമുക്കപ്പോൾ. ഓരോന്ന് എന്താ ലോഗിൻ പേജിന്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സ്റ്റെപ്പിൽ കൊടുത്ത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. കണ്ടോ, അത് തനിയെ അവിടെ ഇമ്പോർട്ട് ആയത്. നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തനിയെ ഇമ്പോർട്ട് ആവും. ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും പാസ് ചെയ്ത് കൊടുക്കാനുണ്ടോ? ലോഗിൻ പേജിനകത്ത് പേജ് പാസ് ചെയ്ത് കൊടുക്കണ്ടേ?
പിന്നെ പ്രൊഡക്റ്റ് നെയിം. ഈ കോൺസ്റ്റൻസ് വേരിയബിൾ ഒക്കെ മുകളിൽ ഏറ്റവും മുകളിൽ അസൈൻ ചെയ്ത് വെച്ചാൽ അത് അപ്പൊ ഒത്തിരി കൂടെ ഇതാവില്ലേ. അതായത് മൊത്തത്തില് ഏറ്റവും മുകളിലായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. സോഴ്സ് അതല്ലല്ലോടാ, അതല്ല കൺട്രോൾ സെറ്റ് അടിച്ച് മുകളിലത്തെ അല്ലേ കോൺസ്റ്റന്റ് പ്രൊഡക്റ്റ് നെയിം സോഴ്സ് ലാബ്. നമ്മൾ ഈ ഞാൻ പറഞ്ഞത് ഈ നമ്മൾ ഈ ഡാറ്റ ഇല്ലേ, നമ്മുടെ ഡാറ്റാസ്, യൂസർ നെയിം, പാസ്വേഡ്, പ്രൊഡക്റ്റ് നെയിം, ഇതെല്ലാം നമ്മളൊരു സ്റ്റെപ്പ് ആദ്യത്തെ കുറച്ച് ലൈനകത്ത് തന്നെ കൊടുത്തേക്കുക. അതല്ലാണ് അത് കൺട്രോൾ സെറ്റ് അടിക്കും. അത് ഒബ്ജക്റ്റ് അല്ലേ കട്ട് ചെയ്ത് എടുത്തോണ്ട് പോയാൽ. ഒന്നും കൂടെ കൺട്രോൾ സെറ്റ് അടിച്ച്. ഒബ്ജക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്, ഈ ഡാറ്റയാണ്. അത് തന്നെ. അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്ക് അവിടെ നിന്ന് അതിന് കിട്ടും. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് നെയിമിനെ പാസ് ചെയ്ത് കൊടുക്കുക. പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഗെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, പ്രൊഡക്റ്റ് നെയിം നമ്മൾ ഇതിനെവിടെ യൂസ് ചെയ്യേണ്ടത്, എവിടെയാ യൂസ് ചെയ്യാൻ വരുന്നേ. ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്തോ? ബാക്കി രണ്ടുപേരും ചെയ്തോ? ചെയ്യുന്നു. ആരുടെ കഴിഞ്ഞിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേടാ, ഞാൻ പറഞ്ഞുതരാം. യൂസ് ചെയ്യേണ്ടത് യൂസ് ചെയ്യേണ്ട സ്റ്റെപ്പ് എത്തുന്നല്ലേ ഉള്ളൂ, മുഴുവൻ കോപ്പി ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് ചെയ്യാം. ആരുടെയും കൂടെ കഴിയട്ടെ. കഴിഞ്ഞോ? അപ്പൊ ഇനി നമുക്ക് ആവശ്യമുള്ളത് അടുത്ത, അതായത് ഫോർ ലൂപ്പ്. ആ ലൂപ്പാണ് നമ്മൾ പ്രൊഡക്റ്റ് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ അത് അത്രയും തന്നെ എന്ത് ചെയ്തെടുക്കുക, കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ ഓരോന്നിനെ ചേഞ്ച് ചെയ്യാനുള്ളതിനൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓരോന്ന് ലൊക്കേറ്റേഴ്സ്, പ്രൊഡക്റ്റ് അവിടെ ദിസ് ഡോട്ട് വിളിക്കുക. ഇനി പ്രൊഡക്റ്റ് നെയിം പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്തായിരുന്നു, അതിനകത്ത് കൺസോൾ ഡോട്ടിനകത്തും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താക്കണം, ദിസ് ഡോട്ട് പ്രൊഡക്റ്റ് ആക്കണം. ഓക്കെ, അതിന് ശേഷം പ്രൊഡക്റ്റ്, അതിന് ശേഷമുള്ളതും ദിസ് ഡോട്ട് ആക്കണം. അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ചെയ്തോ? ചെയ്തിട്ട് നമുക്ക് അടുത്തത് പറയാം. ഓക്കെ, ആരോട് കിട്ടിയോ? ഫോർ ലൂപ്പ് ഇതിനകത്തേക്ക് സെർച്ചിലേക്ക് അതിനകത്തേക്ക് ഫോർ ലൂപ്പ് വരെ ചെയ്താൽ മതി. അത്രയും ഇതിനകത്ത് ചെയ്താൽ മതി, ഈ ഫംഗ്ഷനകത്ത്. ഓക്കെ, ഇനി എന്താ, ആര് ചെയ്തോ? ചെയ്തു. അത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി നമുക്ക് അതിനകത്ത് അടുത്തത് എന്താ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവൈറ്റ് കാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിനെന്ത് ചെയ്യാം, ഗോ ടു കാർട്ട് എന്നോ നാവിഗേറ്റ് കാർട്ട് എന്നോ പറഞ്ഞിട്ട് ഒരു പുതിയ ബട്ടൺ തന്നെ, പുതിയ ഫംഗ്ഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഗോ ടു കാർട്ട് ജസ്റ്റ് അതിനകത്ത് അതിനെ കോപ്പി ചെയ്തോടെ വേണ്ടുള്ളൂ. അത്രയും വേണ്ടല്ലോ, കാർട്ടിലേക്ക് അത്രയും പോരെ. ബാക്കി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം. അത് കാർട്ടിലേക്ക് പോയിട്ടുള്ളതല്ലേ അടുത്തത്, പുതിയ പേജിൽ ചെയ്യാം. ഓക്കെ, ദിസ് ഡോട്ട് കാർട്ട് ബട്ടൺ. ഇത്രയും. ഇനി കാർട്ട് ബട്ടൺ അവിടെ കോൾ ചെയ്തേ, ഈ പ്രൊഡക്റ്റ് പേജ് കഴിഞ്ഞതിന് ശേഷം ഈ കാർട്ടിനെ നമ്മൾ അവിടെ കോൾ ചെയ്തേ. ഇങ്ങനെ കോൾ ചെയ്യാം.
പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഡോട്ട് കാർഡ് ബട്ടൺ കൂട്ടുക. അതിനകത്തൊന്നും പാസ് ചെയ്യാതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. നമ്മൾ ഇത്രയും ചെയ്തു. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ 2 പേജാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ലോഗിൻ പേജ് ചെയ്തു, പ്രൊഡക്റ്റ് പേജ് എന്ന് വെച്ചാൽ ആ ഒരു ഡാഷ്ബോർഡ്, ആദ്യത്തെ ഒരു ഡാഷ്ബോർഡ്, ആ പ്രൊഡക്റ്റ് പേജ് ചെയ്തു. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കാം. ഇതെന്താണ് വന്നേക്കുന്നത്? ന്യൂ പ്രൊഡക്റ്റ് പേജ് കൺസ്ട്രക്ടർ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രൊഡക്റ്റ് പേജ് അതിനകത്ത് പേജ് പാസ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ. പേജ് പാസ് ചെയ്ത് കൊടുക്കണ്ടേ? അവിടെ നമ്മൾ പേജിനെ കെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ലോഗിൻ പേജിൽ പാസ് ചെയ്ത പോലെ സേവ് ചെയ്ത് ലോഗിൻ പേജ് ഇവിടെ കെറ്റ് ചെയ്തെടുത്തിട്ടില്ലേ? ഓക്കെ, സേവ് ചെയ്ത് റൺ ചെയ്തേ. ഇതിനകത്ത് വേറെ വെയിറ്റ് ഫോർ സ്റ്റേറ്റ്, അത് നമ്മുടെ അവിടുത്തെ നമ്മൾ കോപ്പി ചെയ്തെടുത്തു. അത് ലോഗിൻ പേജിനകത്തല്ലടാ. ഇവിടെ എറർ മെസ്സേജ് ഒന്നും എടുത്തേടാ. വേറെ പേജിലായോണ്ടാണോ പേജില്? അതിനും ഇവിടെ കൊടുത്തിടുമോ? അതായത് നമ്മൾ അവിടെ ഇതല്ല, ഇത് ഇവിടെ തന്നെ കിടന്നോട്ടെ. അതിന് മുന്നത്തെ നോക്കട്ടെ. വേണ്ട നമ്മുടെ പ്രൊഡക്റ്റ് പേജ് എടുത്ത് ഇവിടെ എന്താ നമ്മൾ ചെയ്തേക്കുന്നത്? ഇത് വെയിറ്റ് ഫോർ, ഇത് രണ്ടും വേറെയാ. ഇത് നമ്മൾ കുഴപ്പമില്ല. ശരി, അതിനെ കട്ട് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടേടാ. ഫ്രണ്ടിലിട്ടേക്ക്. സേവ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നോക്കാം. പേജ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ദിസ് ഡോട്ട് എന്ന് പറഞ്ഞാൽ അതിന് ദിസ് അത്രേ ഉള്ളൂ. നേരത്തെ പോലെ തന്നെ ചെയ്തോ. ഇതിന് അവിടെ തന്നെ കൊണ്ടിട്ടിട്ട് ദിസ് ഡോട്ട് എന്ന് പറഞ്ഞ് വിളിക്ക്. അവിടെ തന്നെ ഇട്ടോ, കുഴപ്പമില്ല. എവിടെ ഇല്ലല്ലോ, പേജിന് തൊട്ട് മുന്നേ ദിസ് ഡോട്ട് പറഞ്ഞിട്ട് വിളിക്കും. ഇനി ഇതിനെ മറ്റേ അവിടെ തന്നെ കൊണ്ടുകിട്ടോ. എവിടെയാ? അല്ല, നമ്മള് മുന്നേ എടുത്തത് എവിടെ? ലോഗിൻ പേജിനകത്തൊന്നല്ലേ, അവിടെ തന്നെ ഇട്ടോ. സേവ് ചെയ്തേ. ഇനി ഒന്നും ചെയ്തേ. മേ ബി നമ്മള് നോക്കട്ടെ. ആരോണ് കിട്ടിയാ? എനിക്ക് ആ പേജ് വെച്ച് സ്റ്റക്കായി. ഓക്കെ, ചെക്ക്ഔട്ട് ആയില്ല. ചെക്ക്ഔട്ട് ആവാതിരിക്കാൻ കാരണം കൺഫ്യൂഷൻ ആയി. നമ്മൾ ചെയ്തു വരുന്നല്ലേ ഉള്ളൂ, നമുക്ക് ചെയ്യാം. ഓക്കെ, ടൈം ഔട്ട് എക്സീഡ് ലൊക്കേറ്റിംഗ് ഐറ്റം നോട്ട് ഫസ്റ്റ് വിസിബിൾ. വെയിറ്റ് ഫോർ നമ്മുടെ കോഡ് പ്രൊഡക്റ്റ് പേജ് എടുത്താണ്. ഇതിനകത്തല്ലേ പ്രൊഡക്റ്റ് പേജിനകത്ത് ഐറ്റം കാർട്ട് വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പെക് ഫയൽ എടുത്ത് എറർ ലൈൻ എടുത്ത്
ഗോ ടു കാർട്ട് വരെ കൊടുത്തിട്ടുണ്ട്, നോട്ട് വിസിബിൾ പേജ്. കുഴപ്പമില്ല, നമുക്ക് അത് ഓരോന്നായിട്ട് അടുത്ത് ഇതിപ്പോൾ ഇതുവരെ വർക്ക് ആയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഇതേപോലെ പ്രൊഡക്റ്റ് പേജ്, അതായത് പ്രൊഡക്റ്റ് പേജ് ചെയ്തു കാർട്ടിലേക്ക് എത്തി, അത് നമുക്ക് കാർട്ട് പേജിനകത്ത് സോൾവ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ കാർട്ട് പേജിലേക്ക് പോയതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും ലോഡ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തെടുക്കുകയാണ്, ആ പ്രൊഡക്റ്റ് അതിനകത്ത് വിസിബിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ കാർട്ടിനകത്തേക്ക് ഇട്ട പ്രൊഡക്റ്റ് അതിനകത്ത് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് വേറെ പേജ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം കാർട്ട് പേജ് ഡോട്ട് JS എന്ന് പറഞ്ഞിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യാം. നിഷ, എന്റെ ഇതിനകത്ത് ഇമ്പോർട്ട് കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നില്ല. അതെന്താണെന്ന് നോക്കട്ടെ. ഞാൻ വേറെ ഇത് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇത് കണ്ടോ ഇത് പ്രൊഡക്റ്റ് പേജ് ഫ്രം അത് ഇമ്പോർട്ട് ചെയ്തത് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. എവിടെയാ അത് നമ്മുടെ അടുത്ത ആ പേജ് തന്നെ അടുത്ത മെയിൻ സ്പെക് ഫയല്. ഓക്കെ, ന്യൂ പ്രൊഡക്റ്റ് പേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ? അയ്യോ, ഇത് ലോഡായി. ന്യൂ പ്രൊഡക്റ്റ് പേജ് നമ്മുടെ ഇമ്പോർട്ട് അയക്കുന്നത് നോക്കട്ടെടാ. പ്രൊഡക്റ്റ് പേജ് അതായത് പ്രൊഡക്റ്റ് പേജിന് ഒന്നും കൂടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതൊന്ന് ബാക്ക് അടിച്ചിട്ട്, അതെ അതല്ലടാ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് 13th ലൈനില്ലേ, 13ാമത്തെ, അതൊന്ന് ബാക്ക് സ്പേസ് അടിച്ച് മൊത്തമല്ല, ന്യൂ മുതൽ അടിച്ചോ, ന്യൂ വരെ അടിച്ചോ. പേജ് പാസ് ചെയ്യാത്തതാണോ? പേജ് പാസ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും അത് ഡിസേബിൾ ആയില്ലേ കിടക്കണേ, കുഴപ്പമില്ല. കൊടുത്തേടാ ബാക്ക് സ്പേസ് അടിച്ച്. ഇത് മൊത്തം ഇത് മൊത്തം. എന്നിട്ട് ഒന്നും കൂടെ അടിച്ച് കോൺസ്റ്റ് ഒരു വേരിയബിൾ നെയിം കൊടുക്കുക. ഓക്കെ, ഈക്വൽ ടു എന്ത് ചെയ്തേക്കും, ന്യൂ പ്രൊഡക്റ്റ്. അതൊന്ന് സെലക്ട് ചെയ്ത്. ഓക്കെ, വന്നു. അത് നേരത്തെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തോ ഉണ്ടായിരുന്നു, മേ ബി ക്യാപിറ്റൽ സ്മോള് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. ഓക്കെ, കാർഡ് ഐറ്റം ഈസ് നോട്ട് ഡിഫൈൻഡ്. അതെടുത്ത് നമ്മുടെ പേജ് കാർഡ് ഐറ്റത്തിന് ദിസ് ഡോട്ട് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മുടെ പ്രൊഡക്റ്റ് പേജ് ഇതിലെല്ലാം നമ്മൾ ദിസ് ഡോട്ട് പറഞ്ഞു കൊടുക്കണ്ടേ, ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ടോ? പ്രൊഡക്റ്റിന് കൊടുത്തിട്ടില്ല. പിന്നെന്താ വേണ്ടേ? ബാക്കി ഓക്കെ അല്ലേ? കാർഡ് ബട്ടൺ എല്ലാം കൊണ്ട് കൊടുത്തില്ലേ? അല്ലാതെയാണ് കൊടുത്തത്, ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇനി സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കിയാൽ എന്താണ് ഓൾ ടെസ്റ്റ് കണ്ടന്റ് cannot read properties undefined all test content. അതെടുത്തേടാ. ഇതായിരിക്കും പ്രൊഡക്റ്റ് എന്നല്ലേ പേര് മാറ്റിയില്ലേ? അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, അത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. യൂസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അവിടെ എന്താണോ കൊടുത്തേക്കുന്നത് അതേ തന്നെ ഇവിടെ കൊടുക്കണം. ഇത് ഈ പേരല്ലേ? അതായത് ആ വേരിയബിൾ നോക്കട്ടെ, ഞാൻ കണ്ടില്ല. പ്രൊഡക്റ്റ് നെയിം എന്നല്ലേ കൊടുത്തേക്കുന്നത്, അത് പ്രൊഡക്റ്റ് നെയിം തന്നെ വേണ്ടേ. കാരണം നമ്മൾ അവിടെ എന്താ പാസ് ചെയ്ത് കൊടുക്കുന്നത്, പ്രൊഡക്റ്റ് നെയിം. ഈ സോഴ്സ് ലാബ് ബാക്ക് ആണ് അവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നത്, അപ്പൊ അത് കറക്റ്റാ. ഓക്കെ, അത് തന്നെയല്ലേ താഴെയും കൊടുത്തേക്കുന്നത്, പ്രൊഡക്റ്റ് നെയിം. ഓക്കെ, അത് താഴെ ഇതേ ഇവിടെ, അതായത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എവിടെയാ,
ആ നമുക്ക് ഗെറ്റ് ചെയ്തെടുത്ത കണ്ടന്റും നമ്മൾ പാസ് ചെയ്ത് കൊടുത്തതും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഫിനകത്ത്. അത് കറക്റ്റാ. ഇതിനകത്ത് ഇപ്പം എന്താ എറർ വന്നേക്കുന്നത്? എറർ മെസ്സേജ് ഒന്നും കൂടെ എടുത്തേടാ താഴേക്ക്. ഓക്കെ, ഓൾ ടെസ്റ്റ് കണ്ടന്റ് നമ്മുടെ റിപ്പോർട്ട് എടുത്താടാ. റിപ്പോർട്ട് cannot read properties of undefined. Undefined ആണ് മറ്റേ പ്രൊജക്റ്റ് ഓപ്ഷൻ. ടൈറ്റിൽസ് എടുത്തേടാ. നമ്മുടെ കോഡ് എടുത്തേനി കോൺസ്റ്റ് ടൈറ്റിൽസ് ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ കൊടുത്തേക്കുന്ന ടൈറ്റില്? ഐറ്റം ടൈറ്റിൽ അത് കൺസ്ട്രക്ടറിനോട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ആ കാർട്ട് ഐറ്റംസ് ഐറ്റം ടൈറ്റില് കാർട്ട് ഐറ്റംസ് എന്ന് പറയുന്ന സാധനം അത് ഡിക്ലെയർ ചെയ്തിട്ടില്ലല്ലോടാ. ഉണ്ടോ കാർട്ട് ഐറ്റം? മുകളിലേക്ക് വാ. ഓക്കെ, അതിനകത്തുനിന്ന് ഈ കാർട്ട് ഐറ്റംസ് എവിടെ? നമ്മുടെ മെയിൻ സ്പെക്ക് എടുത്ത്, മെയിൻ സ്പെക്ക് ആണിത്. അത് സ്ക്രോൾ ചെയ്തിടാ. അതിനകത്തുനിന്ന് ഐറ്റം ടൈറ്റിൽ പോയോ? അപ്പൊ അത് ഒരു കാര്യം ചെയ്യുക, അതിനെ ഡിഫൈൻ ചെയ്ത് വെക്കുക മുകളില്. അത് തന്നെ. എങ്ങനെയാ ഡിഫൈൻ ചെയ്യണ്ടേ? കൺസ്ട്രക്ടറിനകത്ത് നമ്മുടെ ഇതിനകത്ത് പ്രൊഡക്റ്റ് പേജിനകത്ത് കൺസ്ട്രക്ടർ എടുത്ത് എന്നിട്ട് ഏതാണിത്? ഐറ്റം ടൈറ്റിൽ എന്നല്ലേ? ദിസ് ഡോട്ട് ഐറ്റം ഐറ്റം ടൈറ്റിൽ അല്ല, കാർട്ട് ഐറ്റം അല്ലേ ഡിഫൈൻ ചെയ്യാത്ത? കാർട്ട് ഐറ്റത്തിന്റെ ഇതെന്തായിരുന്നടാ? ഇൻവെന്ററി ഐറ്റമോ അങ്ങനെ എന്തോ ആയിരുന്നു. പേജ് ഡോട്ട് ലൊക്കേറ്റ് അതൊന്ന് പറഞ്ഞു കൊടുത്തേടാ. അതിന്റെ കാർട്ട് ഐറ്റത്തിന്റെ എന്തായിരുന്നു? ഇൻവെന്ററി ഐറ്റം നെയിം എന്നായിരുന്നു തോന്നുന്നു. അത് ഇൻവെന്ററി ഐറ്റം നെയിം. ഇനി ഒന്ന് സേവ് ചെയ്തിട്ടുണ്ടോ? കാർട്ട് ഐറ്റംസ് അല്ലേ? ഐറ്റംസ് വീണ്ടും സേവ് ചെയ്തില്ലടാ. സേവ് ചെയ്തായിരുന്നു. ഇത് കൗണ്ടിനകത്ത് എന്താ? പ്രൊഡക്റ്റ് കൗണ്ട്. ഇതിനകത്ത് എന്താ? കൗണ്ട് എടുത്താടാ. കോൺസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആണല്ലോ. വെയിറ്റ് ദിസ് പ്രൊഡക്റ്റ് അതെടുത്ത് എവിടെയായിരുന്നു? ദിസ് ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, ദിസ് ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് കൗണ്ട് കറക്റ്റ് ആണ്. വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. കൺസോൾ ഡോട്ട് ലോഗിനകത്ത് കൗണ്ട് പ്രിന്റ് ചെയ്യിപ്പിച്ചു. പ്രോഡക്റ്റ് കൺസ്ട്രക്ടറിൽ കൊടുത്തായിരുന്നോ? ഇല്ല, പ്രൊഡക്റ്റിനെ കിട്ടുന്നില്ല. പ്രൊഡക്റ്റ് കൺസ്ട്രക്ടറിനകത്ത് കൊടുത്തിട്ടില്ല. പ്രൊഡക്റ്റിന്റെ എന്തായിരുന്നു കൺസ്ട്രക്ടറിനകത്ത് കൊടുക്കണത്? ഐറ്റം ഡിസ്ക്രിപ്ഷൻ. ഐറ്റം ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. അത് കൊടുത്തിട്ടുണ്ട്. ഇൻവെന്ററി ഐറ്റം ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ കൊടുത്തേക്കുന്നത്. അതിന് ഇവിടെ പ്രൊഡക്റ്റിന് പകരം അത് എടുത്താൽ മതി. ഐറ്റം ഡിസ്ക്രിപ്ഷൻ പ്രൊഡക്റ്റിന് പകരം ഇപ്പൊ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കൊടുത്തല്ല, അത് യൂസ് ചെയ്താൽ മതി.
അല്ലേ? ആ പ്രൊഡക്റ്റിന് പകരം ഐറ്റം ഡിസ്ക്രിപ്ഷൻ മാത്രം പേജ് ഇത് മൊത്തം .count അല്ലേ? ആ. ഇതേപോലെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് വെക്കുന്നിടത്തൊക്കെ അത് ഐറ്റം ഡിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, ഇനി എവിടെയുള്ളത് പ്രൊഡക്റ്റിന് പകരം ജസ്റ്റ് എന്ത് ചെയ്യുക, അത് മാത്രം ഐറ്റം ഡിസ്ക്രിപ്ഷൻ എന്ന് മാറ്റുക. അത് വന്നോ? മൊത്തം ഓക്കെ, മൊത്തം മതി. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഇതേപോലെ തന്നെ എന്താ ചെയ്യാനുള്ളത്, നമ്മുടെ മെയിൻ സ്പെക്ക് എടുത്ത് കാർട്ടിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് കാർട്ടിനകത്ത് ഈ സെയിം പ്രൊഡക്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കാർട്ടിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്കൗട്ട് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോവാണ്. ചെക്കൗട്ട് പേജിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അത്രയല്ലേ ഉള്ളൂ, കാർട്ടും ചെക്കൗട്ട് പേജും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ 2 പേജും കാർട്ട് പേജും ചെക്കൗട്ട് പേജും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് എന്ത് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് ജസ്റ്റ് അസൈൻമെന്റ് ആയിട്ട് നമ്മൾ 2 നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. എന്നിട്ട് ഇത് 2ഉം കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നാളേക്ക് നോക്കിയിട്ട് വരിക, ട്രൈ ചെയ്തിട്ട് വരിക. എന്നിട്ട് പറ്റാത്തത് കിട്ടാത്ത എറർ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ഡൗട്ട് കൂടെ, നമ്മൾക്ക് ഇവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് ആക്ച്വലി. ആയിരിക്കും പക്ഷെ പാസ്സായില്ലേ. അത് വെയിറ്റ് ഫോർ എവിടെ കൊടുത്തപ്പോ ഫസ്റ്റ് ഡോട്ട് വെയിറ്റ് ഫോർ അത് ഇതിനകത്ത് തന്നെ കൊടുത്തേക്കുന്നു. അത് നമുക്ക് നോക്കാം, നാളെ നോക്കാം. ഇത് കാർട്ട് ഐറ്റം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടും സെയിം ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കാം. സെറ്റ്, നാളെ കാണാം കേട്ടോ. താങ്ക് യു.